ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, നമ്മുടെ തൊഴിലാളികൾക്ക് പണം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റ് ആയേ? അല്ല, അത് ഓർമ്മയുണ്ടെന്നുള്ളത് എനിക്കറിയാം. അവരൊന്ന് രണ്ട് പേർ എപ്പോഴാ തീയതി എന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ടാ വിളിച്ചേ. അത് കുഴപ്പമില്ല സാറേ. റമീസെ, ഞാൻ ഹരിയ നന്മയുടെ. പറഞ്ഞോ. റമീസിന്റെ ഏർപ്പാടില് നമ്മളൊരു 5-10 സ്റ്റോളുകളിൽ പച്ചക്കറി കൊടുത്തിരുന്നല്ലോ. അതിന്റെ ഫണ്ട് ഇന്ന് കളക്ട് ചെയ്യേണ്ടതാ. താനൊന്ന് വിളിച്ച് പറയുമായിരുന്നെങ്കിൽ. എന്ത് ഫണ്ട് കളക്ട് ചെയ്യാനാ ഹരി? വിറ്റുപോയാലല്ലേ കാശ് കിട്ടൂ. നേരം വെളുത്തപ്പോ മുതല് ആ ഷോപ്പുകാരൻ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക സാധനങ്ങൾ എടുത്തോണ്ട് പോവാൻ. ഹരി ഒരു വണ്ടി അയച്ചാലേ ഞാൻ സാധനങ്ങൾ കൊടുത്തുവിടാം. മാത്രമല്ല, എനിക്കിതിന്റെ ഇടനിലക്കാരൻ്റെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ല. അല്ല റമീസെ, നമ്മള് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതേ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബുദ്ധിമുട്ടുന്നത് ഞാനല്ലല്ലോ, നിങ്ങളല്ലേ. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അപ്പൊ കച്ചവടം എത്ര വേണമെങ്കിലും ഞാൻ പിടിച്ചു തരാം. അതുവരെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഹലോ, ഹരി, എടോ എനിക്കൊന്ന് പുറത്തു പോകണം. അതെന്താ പെട്ടെന്ന്? രാവിലെ പറഞ്ഞില്ലല്ലോ. അത് ഒരു അത്യാവശ്യ കാര്യ. എന്താന്ന് പറ. അല്ല, ഇതിപ്പോ താൻ അറിഞ്ഞാലും തന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. താനിപ്പോ അത്രേ അറിഞ്ഞാ മതി. ഉത്തരേ, ആകെ പ്രശ്നമാണല്ലോടോ. പ്രോഡക്റ്റ് കൊടുത്ത ഏകദേശം എല്ലാ സ്ഥലത്തും ഞാൻ വിളിച്ചു. ഒരു മൂവ്മെന്റും ഉണ്ടായിട്ടില്ല. ഈ നിലയ്ക്ക് പോയാൽ ഇപ്പൊ എന്താ ചെയ്യാ? ഹരി, താൻ ടെൻഷൻ ആവല്ലേ? ടെൻഷൻ ആവില്ലേ പിന്നെ. എത്ര പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നേ. കൂടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെ ഈ ഒരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അവരോടൊക്കെ ഞാനിപ്പോ എന്താ പറയാ? ഹരി, ഇതിന്റെ റിസ്ക് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ മത്സരിക്കുന്നത് കോർപ്പറേറ്റുകളോടാ. നമ്മുടെ പ്രോഡക്റ്റിന്റെ ജെനുവിനിറ്റി മനസ്സിലാക്കി ആളുകൾ അതിലേക്ക് വരണം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, സമയമെടുക്കും. എടോ, അതൊക്കെ ഓക്കെ, എനിക്ക് മനസ്സിലാവും. പക്ഷെ കുറച്ചെങ്കിലും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ധൈര്യം കിട്ടിയേനെ. ഹരി, ചുമ്മാ സാധാരണ ആൾക്കാരെ പോലെ സംസാരിക്കാതെ. തനിക്കിതിന്റെ വരുംവരായികളെ കുറിച്ച് അറിയാവുന്നതല്ലേ? നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു. വിത്തിൻ ഡേയ്സ് ഇതൊക്കെ മാറും. താനാ കോൺഫിഡൻസ് കാണിക്കല്ലേ വേണ്ടത്. എന്റെ നഷ്ടങ്ങൾ ഒരിക്കലും ഞാൻ കാര്യമാക്കിയിട്ടില്ല ഉത്തര. പക്ഷെ ഇതിപ്പോ എന്റെ മാത്രം നഷ്ടമല്ലല്ലോ, ഒരുപാട് പേരുടെ സ്വപ്നം. ഭാർഗവൻ സാറാ, ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ സാറേ. ആ ഹരി, താൻ വീട്ടിലാണോ? അല്ല സാറേ, ഞാൻ പുറത്താ. പറഞ്ഞോ സാറേ. അല്ല, താൻ തിരക്കുടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണോ? ഇല്ല സാറേ, ഞാൻ ഫ്രീയാ. സാറേ പറഞ്ഞോ. അല്ല, നമ്മുടെ തൊഴിലാളികൾക്ക് പണം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റ് ആയേ? അല്ല, അത് ഓർമ്മയുണ്ടെന്നുള്ളത് എനിക്കറിയാം. അവരൊന്ന് രണ്ട് പേർ എപ്പോഴാ തീയതി എന്ന് എന്നോട് ചോദിച്ചു. അതുകൊണ്ടാ വിളിച്ചേ. അത് കുഴപ്പമില്ല സാറേ. അവർക്കുള്ള പണമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. പെട്ടെന്ന് തന്നെ കൊടുക്കാം. ആ, താനിപ്പോ അതിലേക്ക് ടെൻഷൻ ഒന്നും ആവണ്ട. അവര് ഞാൻ പറഞ്ഞാ കേൾക്കുന്നവരാ. ആ, എന്നാ പിന്നെ തന്റെ കാര്യങ്ങൾ നടക്കട്ടെ. സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാ മതി. ശരി സാർ. ആ, ശരി ശരി, ഓക്കെ.
തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന കാര്യം പറയാനാ സാറ് വിളിച്ചത്. അതൊക്കെ തൽക്കാലം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? നോക്കാം. ഹരി കമോൺ, ചെറിയ ചെറിയ തടസ്സങ്ങള് മുന്നിൽ വന്ന് തട്ടി നിന്നാലേ നമ്മുടെ വലിയ വലിയ ചിന്തകളൊക്കെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. താൻ കൂളായിട്ടിരിക്കെ. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വന്ന് തുടങ്ങും. ഞാനല്ലേ പറയുന്നത്? ശരി, താൻ നടക്ക. എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഞാൻ കൂടെ വരണോ? വേണ്ട. ചിലപ്പോ ഒറ്റയ്ക്ക് നടക്കുന്നതാവും സുഖം എന്ന് താൻ ചെല്ലേ. എന്താ പെട്ടെന്ന് ഹരിക്ക് പറ്റിയതെന്ന് അറിയില്ല അമ്മേ. ഇന്നലെ രാത്രി മുഴുവൻ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടകളിൽ നിന്ന് പണം വാങ്ങാൻ പോണം, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലോ. കുറെ നേരം തനിച്ചിരുന്ന് ആരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന്? അതെ, കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകളിലാ നമ്മൾ നമ്മുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു നോക്കുക. എന്ന് പറഞ്ഞാ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് തോന്നും കുറച്ചു മുൻപ് കണ്ടതുപോലെ അല്ലല്ലോ ഇപ്പോ, എന്തൊക്കെയോ മാറ്റം ഉണ്ടല്ലോ എന്ന്. നമ്മളത് ചോദിക്കാനും തുടങ്ങും. അപ്പോഴാ ആണുങ്ങൾക്ക് ദേഷ്യം വരുന്നത്. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ചുമ്മാ കളിയാക്കാൻ. ഭർത്താവിനെ കുറിച്ച് ടെൻഷൻ ആവുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ? അമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ പിന്നെ ആരോടൊന്നും പറയാതെ ഹരി എങ്ങോട്ടേക്കാ പോയത്? എന്നോട് പറഞ്ഞില്ലെങ്കിലും അമ്മാവനോട് പറയാതെ പുറത്തേക്ക് ഇറങ്ങാത്ത ആളല്ലേ. അമ്മാവനും അറിയില്ല. അവൻ വരട്ടെ. ഇനി മുതൽ ഇങ്ങനെ ചില നിർദ്ദേശങ്ങളുണ്ടെന്ന് അവനോടങ്ങ് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ പറയാതെ പുറത്തു പോവില്ല. അവൻ കൊച്ചു കുട്ടിയല്ലേ, വീട്ടിൽ പറയാതെ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന വീട്ടിലുള്ളവര് പേടിക്കില്ലേ? ദേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടമ്മേ. എന്ത് പറഞ്ഞാലും ഒരു കളിയാക്കലുണ്ട്. ഉത്തിരിയാണ്. ഓ, അടുത്ത ടെൻഷനുള്ള ആൾ എത്തിയല്ലോ.